ഈ ഇവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇഷ്ടമില്ലാത്തത് കൂടുതൽ ഭരിക്കാൻ പോകുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. ആവശ്യത്തിന് ആവാം, അതിന് മുന്നോട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓവർ നമ്മൾ ചട്ടം പഠിപ്പിക്കാൻ ചെന്നാൽ ആന എല്ലാ കാര്യവും ആന തന്നെ അറിഞ്ഞ് ചെയ്യും. ആന തന്നെ അറിഞ്ഞ് ചെയ്തോളും. പിന്നെ കണ്ടമാനം ദേഹോദ്രവം ഭേദ്യം ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആന തെറ്റ് കാണിച്ചാൽ ആനയ്ക്ക് അടി കിട്ടുമെന്നുള്ള ആനയ്ക്ക് നല്ലതുപോലെ അറിയാം. ആനയ്ക്കറിയാം. അതിന്റെ പേര് രണ്ടടി കൊള്ളാനും തയ്യാറാണ്. നമ്മളതിന് കമ്പെടുക്കുന്ന മുമ്പേ ആനയ്ക്കറിയാം ആന തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്തായിരുന്നാലും 4 എണ്ണം കിട്ടുമെന്നുള്ള അല്ലാണ്ടുള്ള കാര്യത്താണ് വിഷയം. നമ്മൾ അടിച്ചിട്ട് ആന അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് കാണിച്ചാൽ അവന്റെ അന്നത്തെ ദിവസത്തെ ആ ഒരു മട്ടും മാതിരി എന്തായിരിക്കും, അവന്റെ ഒരു പ്രകൃതം എങ്ങനെയായിരിക്കും? അങ്ങനെ ആ ദിവസത്തേക്ക് വേണ്ടി അത് മാറ്റി വയ്ക്കത്തില്ല. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അത് ചെയ്യുവാണ്. ചെയ്യും. എന്തായിരിക്കും അവന്റെ അപ്പോഴത്തെ ഒരു നമ്മളിപ്പം അത്യാവശ്യം ഇപ്പം ഇവിടെയൊക്കെ തെങ്ങിന്നൊക്കെ ഓല അടത്തി എടുക്കുന്നതൊക്കെ ഉണ്ട്. ആനയ്ക്ക് എത്തുമെങ്കിലും ആനയ്ക്കത് പറ്റത്തില്ല, എടുക്കത്തില്ല. വേണ്ടെന്ന് വെച്ച് കഴിയും. അന്നേരം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരു കൊട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് കമ്പ് ഓങ്ങുന്നതിന് മുമ്പേ തെങ്ങ് ചോട്ടി വീഴും. രണ്ടാമത് ഓങ്ങണതിന് മുമ്പ് ഓലയല്ല തെങ്ങ് വീഴും. തെങ്ങിനിട്ടായിരിക്കും കുത്തുന്നത്. അത്ര ദേഷ്യം ആവശ്യമില്ലാണ്ട് അടിച്ചാൽ ഇതാണ് ചിലപ്പോ തെങ്ങ് വന്ന് നമ്മുടെ തലേ നോക്കിക്കോ അടുത്ത് ഇടിക്കുവാനാ തെങ്ങിന് ഇടിയായിരിക്കുന്നത്. എഴുന്നള്ളിച്ച് പോകുമ്പോഴ് അല്ലെ പൊതുജനങ്ങളുടെ അടുത്ത്, പൊതുജനങ്ങളെ കാര്യമായിട്ട് അങ്ങനെ ഒന്നും ഇവൻ ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. എങ്കിലും പൊതുജനങ്ങളുടെ അടുത്ത് നമ്മൾ ശിവരാജുമായിട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കാരണം മുഷിഞ്ഞാക്ക് ആന നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആനയുടെ ഫ്രണ്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ആന നമ്മളെ മറ്റോണ്ട് അടിച്ച് കളയും. പുറകിൽ അതുപോലെ തന്നെ അല്ലാത്ത ആൾക്കാർ, ഉത്സവം കാണാൻ നിൽക്കുന്ന ആൾക്കാർ ആനയുടെ പുറത്ത് ഈ തൊടുന്നവര് തൊട്ടിട്ടങ്ങ് പോകും. ആ പുറകിൽ നിൽക്കുന്നവരായിരിക്കും അടി വാങ്ങുന്നത്. ഈ വാലിനുള്ള അടി, വാലിനും കാലിനും രണ്ടും അടിക്കുവാനാ. ഈ ആവശ്യമില്ലാതെ പുറകിൽ ഈ എല്ലാവർക്കും ഉണ്ടല്ലോ. അല്ല, അവർക്ക് തൊടുന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കൊണ്ട് തൊടിപ്പിക്കും. അല്ലാതെ നമ്മളോട് പറയാതെ പുറകിൽ നിന്ന് വന്ന് തൊട്ട് കഴിഞ്ഞാൽ അവര് ചിലപ്പോ തൊട്ട് കഴിഞ്ഞ് പോകും. പുറകിൽ നിൽക്കുന്നവനായിരിക്കും. അപ്പൊ ഇത് കേട്ടിരിക്കുന്ന പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, കാരണം ഇത്തിരി അകന്ന് നിൽക്കുക, ആവശ്യമില്ലാണ്ട് തിങ്ങി ആനയുടെ അടുത്തേക്ക് വരും. അവർക്ക് അങ്ങനെ തൊടണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ